ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തി വയൽവാരം വീട്ടിലെത്തി ഗായകൻ കെ.ജെ. യേശുദാസ് പ്രണാമമർപ്പിച്ചു. ഗുരുകുലത്തിൽ സജ്ജീകരിച്ച പന്തലിൽ ഗുരുവചനങ്ങൾ യേശുദാസ് വീണ്ടും ആലപിച്ചു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. 1961 ഭരണി സ്റ്റുഡിയോയിൽ ഗുരുവചനങ്ങൾ പാടിയാണ് തന്നിലെ ഗായകന്റെ അരങ്ങേറ്റമെന്ന് യേശുദാസ് ഓർത്തെടുത്തു. ഞാനൊരു ജീവിതത്തിൽ കിട്ടിയ ആ നാല് വരികൾ അന്ന് ഇത്രയും ഉൾക്കൊള്ളാനുള്ള ബോധം എനിക്കില്ലായിരുന്നു. ഞാനുള്ളത് തുറന്നു പറയുക, ഗുരുവചനങ്ങൾ ചുണ്ടിലല്ല ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. ആ മഹാഗുരുവിൻ്റെ ഉപദേശങ്ങൾ മാത്രം വായിച്ച് ഈ ചുണ്ടത്തുകൊണ്ട് മാത്രം അനക്കിയതുകൊണ്ട് കാര്യമില്ല. ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക്, നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് ഇളകത്തക്ക രീതിയിൽ അത് ഉൾക്കൊള്ളേണ്ട കടപ്പാട് നമുക്ക് ഏവർക്കുമുണ്ട്. പ്രത്യുപകാരമായി ഒന്നും ലഭിച്ചില്ലെങ്കിലും സ്വന്തം കർത്തവ്യം നിർവഹിക്കുന്നവരാണ് യഥാർത്ഥ ശ്രീനാരായണീയർ. ഗുരുകുലത്തിൽ നിർമ്മിച്ച പുതിയ പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, സ്വാമി സൂക്ഷ്മാനന്ദ തുടങ്ങിയവരും പങ്കെടുത്തു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.